നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ, സ്നേഹം നിറഞ്ഞ നാമത്തിൽ, അനുഗ്രഹിക്കുന്ന നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. വിരോധം തോന്നുമാർ ഉക്തി വിരോധാഭാസമായിടുമെന്ന് എന്നുള്ള ഒരു ശ്ലോകം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ലേ? നമ്മുടെ മനുഷ്യബുദ്ധിയിൽ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരു യോജിപ്പ് തോന്നുന്നില്ല, സാധ്യതയില്ല. അങ്ങനെ ദൈവം പ്രവർത്തിക്കുമെന്ന് അതിൻ്റെ ഒരു തുടക്കമാണ് കഴിഞ്ഞ മെസ്സേജിൽ നാം കേട്ടത്. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, ഒരു മോവാബിനോ അമ്മോന്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവൻ്റെ 10ാം തലമുറ പോലും ഒരു നാൾ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ജീവനുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്, വാക്കാണ്, അരുളപ്പാടാണ്. പക്ഷേ ഇവിടെ ഇതാ രൂത്ത് എന്ന് പറഞ്ഞ ആ മോവാബ്യ പെൺകുട്ടി അവൾ യഹോവയുടെ സഭയിൽ പ്രവേശിച്ചു എന്ന് മാത്രമല്ല, അവൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ അവൾ സ്ഥാനം പിടിച്ചു. അങ്ങനെയാണ് നാം രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സൽമോൻ ബോവസിനെയും ബോവസ് ഓബേദിനെയും ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെയും ഇശായി ദാവീദിനെയും ജനിപ്പിച്ചു. ബോവസ് ആരിലാണ് ഓബേദിനെ ജനിപ്പിച്ചതെന്നറിയാമോ? രൂത്തിലാണ്. അത് കൃത്യമായി അറിയണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. ശൽമോൻ രാഹാബിൽ ബോവസിനെയും ബോവസ് രൂത്തിൽ ഓബേദിനെയും ഓബേദ് ഇശായിയെയും ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവ്, ദൈവത്തിൻ്റെ മധുര ഗായകനായ ദാവീദ്, ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദ്, ദൈവം ആടുകളെ നോക്കുന്ന വേലയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് സിംഹാസനത്തിലെത്തിയ രാജാവിൻ്റെ ദാവീദിൻ്റെ മുത്തച്ഛിയായി ജീവിക്കാൻ ഈ രൂത്തിന് ഭാഗ്യം കിട്ടി. അത് നാം ഒന്ന് ശക്തമായി ചിന്തിക്കേണ്ടതാണ്. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമോ പാരമ്പര്യമോ നിങ്ങളുടെ മാതാപിതാക്കളുടെ പാരമ്പര്യമോ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ചില ശാപങ്ങളും ബന്ധനങ്ങളും കരകയറാത്ത നിങ്ങളുടെ പഴയകാല പിതാക്കന്മാരുടെ ചരിത്രമെല്ലാം ഓർത്ത്, അല്ലെങ്കിൽ തലമുറകളായി പകർന്നു വന്ന ചില രോഗത്തിൻ്റെ ബാധകൾ, ചില മദ്യപാനത്തിൻ്റെ ബാധകൾ, ചില വഴക്കിൻ്റെയും കടബാധ്യതയുടെയും ചില ആഭിചാരങ്ങളുടെയും മന്ത്രവാദത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും ബാധകൾ, ഇതെല്ലാം എന്നിലും പകരപ്പെടും, ഞാനും അനുഗ്രഹമില്ലാത്തവനായി പോകുമെന്നോർത്ത് നിങ്ങൾ ആരെങ്കിലും നിരാശപ്പെട്ട് കഴിയുന്നുണ്ടോ? മകനെ, പ്രിയ മകളെ, നിന്റെ പാരമ്പര്യം മാറ്റാൻ യേശുവിന് കഴിയും. നിന്റെ വംശാവലി മാറ്റാൻ യേശുവിന് കഴിയും. നിന്റെ അഡ്രസ്സ് മാറ്റാൻ യേശുവിന് കഴിയും. നിന്റെ ജീവിതത്തിലുള്ളതായ ദുരവസ്ഥകൾ മാറ്റി നിന്നെ അനുഗ്രഹത്തിൻ്റെ സോപാനങ്ങളിൽ കയറ്റുവാൻ ജീവനുള്ള ദൈവത്തിന് കഴിയും. ഒരു ദൈവമുണ്ട് പ്രിയരെ, സത്യമായ ഒരു ദൈവമുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനെന്നാണ് ആ ദൈവത്തിൻ്റെ പേര്. ആ ദൈവത്തിൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. നിങ്ങൾ ഇതുവരെയും അങ്ങനെ ഒരു മന്ത്രിയെക്കുറിച്ച് കേട്ടിട്ടില്ലായിരിക്കും. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു പ്രവചനം പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ ശിശുവിനെക്കുറിച്ച്, ആ മകനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ പ്രവാചകൻ പറയുന്ന അത്ഭുതകരമായ കാര്യങ്ങളാണ്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. പ്രവാചകൻ കാണുമ്പോൾ ആധിപത്യം തോളിലിരിക്കുന്ന ഒരു ശിശു, ഒരു മകൻ. പിന്നീട് കാണുന്നത് അവൻ്റെ പേരാണ് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ് എന്നവന് പേർ വിളിക്കും. ഇങ്ങനെ പേര് വിളിക്കപ്പെട്ടവരാരെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി ജനിക്കുമോ? ഒരിക്കലുമില്ല. കർത്താവിൻ്റെ സ്തോത്രം. അത് ഒരേ ഒരു ജന്മം, യേശുക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതം പ്രവർത്തിക്കുന്ന മന്ത്രി, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ ഒരു മന്ത്രിയും ഈ ലോകത്തിലില്ല. പക്ഷെ ഒരുവനുണ്ട്, അവനാണ് യേശു. ആ യേശു മകനെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തനാണ്. മകളെ എൻ്റെ ജീവിതത്തിൽ അസാധ്യമായ കാര്യം സാധിപ്പിച്ചു തരാൻ യേശുവിന് കഴിയും. ഞാൻ ഈ വാക്ക് പറയുന്നത് ഏതെങ്കിലും ബുക്കുകൾ റെഫർ ചെയ്തിട്ടോ, ഏതെങ്കിലും ആരെങ്കിലും എഴുതിയ മോട്ടിവേഷൻ ബുക്കുകൾ വായിച്ചിട്ടോ ടോക്ക് കേട്ടിട്ടോ അല്ല. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. എൻ്റെ ജീവിതം ഒരു വിരോധാഭാസമാണ്.
നല്ല ചെറുപ്രായത്തിൽ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതെ ഒരു നല്ല വസ്ത്രം ധരിക്കാനില്ലാതെ നിരാശപ്പെട്ടും തലകുമ്പിട്ടും സ്കൂളിൽ ചോറ് കൊണ്ടുപോകാനില്ലാതെ പല ദിവസങ്ങളും പട്ടിണിയായി ചെറുപ്പകാലങ്ങളിൽ കപ്പയും ചക്കയും കാച്ചിലും ചേമ്പൊക്കെ തിന്ന് വളർന്ന എൻ്റെ ജീവിതം മാറ്റിയൊരു യേശുവുണ്ട്. എനിക്ക് ആ യേശുവിനെ പരിചയമുണ്ട്. 19-ാമത്തെ വയസ്സ് വരെ നിരാശപ്പെട്ട് തലകുമ്പിട്ട് നടന്നു. എന്നാൽ 19-ാമത്തെ വയസ്സിൽ യേശു എന്നെ കണ്ടെത്തി. ഞാൻ യേശുവിനെ കണ്ടെത്തിയതല്ല പ്രിയരെ, ഞാൻ യേശുവിനെ അന്വേഷിച്ചതല്ല, യേശു എന്നെ തേടി വന്നു. അത് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കുളിരണിയും, എൻ്റെ കണ്ണുകൾ നിറയും. എന്നെ തേടി യേശു വന്നു. ഹല്ലേലൂയ! ഈ നിസ്സാരനായി എന്നെ തേടി യേശു വന്നു. എൻ്റെ അരികിലേക്ക് വചനമായി യേശു വന്നു. എന്നോട് ചോദിച്ചു, മോനെ, നിൻ്റെ ജീവിതം എനിക്ക് തരാമോ? അന്ന് ആരോടും ചോദിക്കാതെ, എതിർത്ത് പറയാതെ, യേശുവേ, എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നെന്ന് പറയാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. പറഞ്ഞതും കൃപയാണ്, എൻ്റെ കഴിവല്ല. ഞാനിത് ഓർക്കുമ്പോൾ എല്ലാ അത്ഭുതം പോലെ എനിക്ക് തോന്നുകയാണ്. ആ ഒരൊറ്റ വാക്ക്, ആ വാക്ക് യേശു ഏറ്റെടുത്തു. ഇന്ന് വരെ കർത്താവ് എന്നെ നടത്തി. കർത്താവിന് സ്തോത്രം. എനിക്ക് എത്ര വയസ്സായി എന്ന് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എൻ്റെ മനസ്സിലൊരു യൗവനക്കാരൻ്റെ ഒരു മനസ്സാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. എന്ത് കാര്യത്തിനും ഓടാനും ഉത്സാഹിക്കാനും ജോലി ചെയ്യാനും കഠിനാധ്വാനം ചെയ്യാനും കർത്താവിൻ്റെ വേലയ്ക്ക് ഓടാനും ഡ്രൈവ് ചെയ്യാനും ഭക്ഷണം ഉണ്ടാക്കാനും വേണമെങ്കിൽ ടോയ്ലറ്റ് കഴുകാനും എന്തിനും എനിക്ക് മനസ്സാണ്. എൻ്റെ യേശുവിനെ ഉള്ള സ്നേഹമാണത്. കർത്താവ് എനിക്കൊരു ജീവൻ തന്ന യേശുവല്ലേ. കർത്താവിന് സ്തോത്രം. എനിക്ക് അനേക ആത്മീയ സഹോദരങ്ങളുണ്ട്. ആത്മീയമായ ഒരു നല്ല കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട്. നല്ലൊരു കുടുംബം എനിക്കുണ്ട്. നല്ലൊരു ഭാര്യയുണ്ട്. നല്ല കുഞ്ഞുങ്ങളുണ്ട്. മോൻ വിവാഹം കഴിച്ചോടെ നല്ലൊരു മോളുണ്ട്. ഒരു കൊച്ചുമോനുണ്ട്. ഒരുപടി ആത്മീയ സഹോദരങ്ങളുണ്ട്. എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിശക്തിയല്ല. ഞാനൊരു ഭാഗ്യവാനാണെന്ന് നിങ്ങളോട് പറയുന്നതും അതും ഒരു അഹങ്കാരമല്ല. ദൈവം തന്നതല്ലേ കൃപയാൽ. ഒരു സാധ്യതയില്ലാത്ത എനിക്ക് ഇതെല്ലാം തന്ന ദൈവത്തോട് എനിക്ക് നന്ദിയാണ്, എനിക്ക് സ്നേഹമാണ്. എൻ്റെ യേശുവിൻ്റെ കാര്യം വന്നാൽ ഞാൻ പിന്നെ എനിക്കെല്ലാം മറന്ന് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സ്വന്തം കാര്യം പോലും മറക്കാൻ എനിക്കിഷ്ടമാണ്. സ്വന്തം ഉറക്കം പോലും മറക്കാൻ എനിക്കിഷ്ടമാണ്. എൻ്റെ ആരോഗ്യം മറക്കാൻ എനിക്കിഷ്ടമാണ്. എൻ്റെ സാമ്പത്തിക മേഖലയിൽ എനിക്കുള്ള വരുമാനം അതിച്ചിരി കുറഞ്ഞാലും കർത്താവിൻ്റെ വേല നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തുകൊണ്ട്? ഞാനതൊരു പൊങ്ങച്ചമായി പറയല്ല. അതൊന്നും അല്ലല്ലോ പൊങ്ങച്ചം പറയുന്നത്. യേശു എന്നെ സ്നേഹിച്ചില്ലേ? ഓർക്കുമ്പോൾ പാട്ടുകാരൻ പാടി, കാൽവറിയൻ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയും എൻ്റെ പ്രിയനെ എന്ന്. കാൽവറി ക്രൂശിലെ നമ്മെ സ്നേഹിച്ച സ്നേഹമോർക്കുമ്പോൾ എങ്ങനെ കണ്ണ് നിറയാതിരിക്കും? പാപികളായിരിക്കുമ്പോൾ തന്നെ യേശു നമ്മെ സ്നേഹിച്ചു. നാം തിന്മയുടെ വഴിയിലൂടെ നടന്നപ്പോഴും യേശു നമ്മെ സ്നേഹിച്ചു. നാം ഈ ലോകത്തിൻ്റെ അടിമകളായി നടന്നപ്പോഴും യേശു നമ്മെ സ്നേഹിച്ച് നമ്മുടെ പിന്നാലെ വന്നു. ഞാൻ പറയും, 19 വർഷം യേശു എൻ്റെ പിന്നാലെ നടന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടത് ഇപ്പോഴും ഓർക്കുകയാണ്. അന്ന് ഞങ്ങൾക്ക് വീടെന്ന് പറയാനൊരു വീടില്ല. ഒരു കൂരപ്പുര, ചാണകം വഴിയൊരു വീട്. അതിൽ തഴപ്പായിട്ടാണ് നിലത്ത് കിടന്നുറങ്ങുന്നത്. നല്ല തലയണയില്ല, പുതപ്പില്ല. അങ്ങനെയൊക്കെ ഉറങ്ങുമ്പോൾ ഞാൻ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ഒരു വലിയ കുട്ടയിൽ ഉണ്ണിയേശു പിറന്നു കിടക്കുന്നു. എന്നെ വീട്ടിൽ വിളിക്കുന്നൊരു ഓമനപ്പേരുണ്ട്. എൻ്റെ സ്കൂളിലിട്ടിരിക്കുന്ന പേര് ആരും എന്നെ വിളിക്കാറില്ല ആ കാലങ്ങളിൽ. പക്ഷേ ഞാൻ കണ്ട സ്വപ്നം, എന്നെ സ്കൂളിൽ വിട്ടിരിക്കുന്ന സാജു എന്ന പേര് 3 പ്രാവശ്യം ചൊല്ലി ഈ ഉണ്ണിയേശു വിളിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് അമ്മയോട് ചോദിച്ചു, യേശു എവിടെ? വീട്ടിലുള്ളവർ അത്ഭുതത്തോട് പറഞ്ഞു, എവിടെ യേശു, എവിടെ യേശു? ഉവ്വന്നേ, ഞാൻ കണ്ടു, യേശു എന്നെ പേര് വിളിച്ചു, സാജു എന്ന് 3 പ്രാവശ്യം വിളിച്ചു എന്ന്. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നമേ എൻ്റെ കർത്താവിനെ കണ്ടിരുന്നു. മാത്രമല്ല, ഞാൻ പറയട്ടെ, എന്നെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ ജനിക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്നില്ല. ഗർഭത്തിൽ വെച്ച് തന്നെ മരിച്ചു പോകേണ്ടതായിരുന്നു ഉറപ്പായിട്ടും. എൻ്റെ അമ്മയും അപ്പനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഗർഭപാത്രം മുതൽ എന്നെ താങ്ങിയൊരു ദൈവമുണ്ട്. എനിക്ക് ജന്മം തന്ന ഒരു ദൈവമുണ്ട്. എന്നെ വളർത്തിക്കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. നല്ല യൗവനപ്രായത്തിൽ എന്നെ കടന്നു പിടിച്ചൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. സ്തോത്രം. അന്ന് എൻ്റെ കർത്താവിനെ തൊട്ടപ്പോൾ എന്തിനെന്നറിയാതെ ഞാൻ വിങ്ങി വിങ്ങി പൊട്ടിക്കരഞ്ഞു. എൻ്റെ കണ്ണുനീര് എനിക്ക് അടക്കാൻ പറ്റിയില്ല. എന്തിനാണ് ഞാൻ കരയുന്നത് എനിക്കറിയില്ല. ഒരു വലിയ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു. ഞാൻ ആരും കാണാതെ
കർച്ചീഫുകൾ മാറി മാറി ഉപയോഗിച്ച് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞ് കർത്താവിനെ സ്തുതിച്ച് ഞാൻ ഇന്നും ഓർക്കുകയാണ്. ആ സമയങ്ങളിൽ കർത്താവ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ 19 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും പാവങ്ങളെല്ലാം ഒരു സിനിമാ സ്ക്രീനിൽ കാണുന്നത് പോലെ കാണിച്ചു തന്നു. ഞാൻ എൻ്റെ കർത്താവിനോടെല്ലാം ഏറ്റു പറഞ്ഞു. ഇതൊന്നും പ്രത്യേകിച്ച് ആരും പറഞ്ഞു തന്നിട്ടല്ല, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എല്ലാം ഏറ്റു പറഞ്ഞു. യേശുവേ, ഇന്ന കാലത്ത് എനിക്ക് ഇന്ന പാവം വന്നു, എന്നോട് ക്ഷമിക്കണം. ആ കാലങ്ങളിൽ അറിയാതെ ഞാൻ മോഷ്ടിച്ചത് സ്വന്തപ്പെട്ട വീട്ടിൽ നിന്നും ബന്ധപ്പെട്ട വീട്ടിൽ നിന്നും അയൽവകത്തു നിന്നും വഴിയരിയിൽ കിടന്നൊക്കെ പല പല കൊച്ചു കൊച്ചു സാധനങ്ങൾ, ചെറിയ നാണയത്തൊട്ടുകൾ എല്ലാം മോഷ്ടിച്ചത് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ഓരോ വീട്ടിലും പോയി അവരോട് ക്ഷമ പറഞ്ഞതിന് ഇരട്ടിയായി 10 ഇരട്ടിയായി മടക്കി കൊടുത്ത എല്ലാവരോടും ക്ഷമ പറയാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഇന്നെല്ലാം ഞാനത് അത്ഭുതത്തോടെ ഓർക്കുകയാണ്. കർത്താവ് യൗവനകാലത്ത് എന്നെ നടത്തിയത് ഒരു മനസ്സറിഞ്ഞൊരു 10 പൈസ കയ്യിൽ വരരുതെന്നുള്ള ചിന്ത തന്നു, അന്നേ തന്നു. ഒരു പേപ്പർ കഷ്ണമാകട്ടെ, ഒരു പേനയാകട്ടെ, ഒരു പെൻസിലാകട്ടെ, അന്യനവകാശമുള്ളത് എനിക്ക് വേണ്ട. എൻ്റെ കർത്താവ് തന്നത് മതി. ഒന്നും കർത്താവ് കുറച്ചില്ല പ്രിയരെ. ഐശ്വര്യമായി നടത്തി എൻ്റെ സഹോദരൻ നടത്തുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനത്തിൽ എനിക്കൊരു ഡയറക്ടറായിട്ട് അനേക വർഷങ്ങൾ ജോലി ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു. ഇന്നും ഞാൻ ആ സ്ഥാപനത്തിൽ ഒരു ഉന്നതമായ പദവിയിൽ ജോലി ചെയ്യുന്നു. ഔദ്യോഗിക പദവിയോടൊപ്പം അതിലുപരിയായി ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാനതിലെല്ലാം ആനന്ദിക്കുന്നു. എനിക്ക് ഇന്നത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു നിരാശയേ ഇല്ല. ഇന്നത് തന്നില്ലല്ലോ ദൈവം എന്ന് എനിക്ക് പരിഭവമില്ല, പരാതിയില്ല. ഇന്നും എനിക്ക് നന്ദിയുണ്ട് ദൈവത്തോടും എൻ്റെ സഹോദരനോടും. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാധാനമുള്ള ജീവിതം, സ്വർഗതുല്യമായൊരു കുടുംബജീവിതം കർത്താവ് തന്നു. 31 വർഷം കഴിഞ്ഞു ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നും സ്വർഗതുല്യമായൊരു കുടുംബജീവിതം ഞങ്ങൾക്ക് കർത്താവ് ദാനമായി തന്നു. എല്ലാം ഞാൻ പറയുന്നത് ഇതൊക്കെ വിരോധാഭാസമായതുകൊണ്ടാണ്. ഇതൊന്നും ലഭിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടായിരുന്നില്ല. ഒരു സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ല. നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു ഭാവി, നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത്, നല്ലൊരു വസ്ത്രം ധരിക്കുന്നതൊന്നും സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരു സൈക്കിൾ പോലും വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കർത്താവെല്ലാം തന്നു എന്ന് ഞാൻ പറയട്ടെ. അങ്ങയുടെ മഹത്വത്തിനായെല്ലാം തീരട്ടെ. എല്ലാ മഹത്വവും യേശുവിന്. ഈ തന്നതെല്ലാം ദൈവനാമഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടാൻ ഞാൻ എൻ്റെ ഹൃദയം വെമ്പൽ പൂട്ടുകയാണ്. സ്തോത്രം. ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ എളിയവനായ എന്നെ കൊണ്ട് എന്തെല്ലാം കർത്താവിന് ചെയ്യാമോ അതെല്ലാം കർത്താവെ അങ്ങ് ചെയ്യണമേ. ഈ നിസ്സാരനായ എന്നെ കൊണ്ട് പരിശുദ്ധാത്മാവൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ തലമുറയിൽ ചെയ്യണമേ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന. ഞാനതിന് ദൈവകരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. നിങ്ങളും കൊടുക്കൂ. നിങ്ങളുടെ ജീവിതം യേശുവിന്. നിങ്ങളുടെ ജീവിതം അർത്ഥമുള്ളതായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിന് വില കിട്ടും, അർത്ഥം കിട്ടും, ഉറപ്പ് കിട്ടും, കെട്ടുറപ്പ് കിട്ടും, ധൈര്യം കിട്ടും, പ്രത്യാശ കിട്ടും, പ്രതീക്ഷ കിട്ടും. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഞാൻ രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖം പോലും പറഞ്ഞില്ല. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് രൂത്തിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരു 3-4 സന്ദേശങ്ങൾ രൂത്തിനെക്കുറിച്ച് തന്നെ. എങ്ങനെ ഈ രൂത്ത് ശാപഗ്രസ്തയായ മോവാബ്യ പെൺകുട്ടി ദൈവസഭയിൽ പ്രവേശിച്ചു, അവളുടെ ശാപം മാറി, അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നുവെന്ന് നമുക്ക് ചിന്തിക്കണം. നിങ്ങളും പ്രാർത്ഥിക്കൂ. നിങ്ങളും പ്രാർത്ഥനയോടെ ഈ തിരുവചനങ്ങൾ കേൾക്കൂ. അനേകർക്ക് അയച്ചു കൊടുക്കൂ. അനേകരിത് കേൾക്കട്ടെ. അനേകർ അനുഗ്രഹം പ്രാപിക്കട്ടെ. അനേകർ ദൈവരാജ്യത്തിൽ ജനിക്കട്ടെ. അനേകർ ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ പോകും. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കട്ടെ. കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ. ആത്മീയമായും ഭൗതികമായും ദൈവം നിങ്ങളെ വളർത്തട്ടെ. നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങളും പ്രാർത്ഥിക്കൂ. നിങ്ങളും യേശുവിനോട് പ്രാർത്ഥിക്കൂ. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.